ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ കേരളം, മണ്ണും മഴയും മനുഷ്യനും, അതുപോലെ ഉൽപാദന പ്രക്രിയയിലൂടെ, ഈ 2 ചാപ്റ്റേഴ്സാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആദ്യം കേരളം, മണ്ണും മഴയും മനുഷ്യനും എന്ന 3ാമത്തെ ചാപ്റ്റർ നോക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയിലൊക്കെ വൈവിധ്യങ്ങൾ, അതുപോലെ കാർഷിക വൈവിധ്യത്തെയൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ചാപ്റ്ററാണിത്. ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അയൽനാടുമായൊരു താരതമ്യം. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടാണ് മുന്നിൽ. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ? അതായത് ഇവിടെ തമിഴ്നാടിനെയും കേരളത്തിനെയും പ്രധാന മണ്ണിനങ്ങളെയും ജലലഭ്യതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് താരതമ്യം ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ലോണം ക്ലിയർ ആവുന്നില്ലെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. നമുക്ക് ആദ്യം ഈ 2 സംസ്ഥാനത്തെയും മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനാണ് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. ഏതൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്നത്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. എന്നാൽ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിൽ കാണപ്പെടുന്നത്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ഇവിടെ എന്താണ് ഈ 2 സംസ്ഥാനത്തെയും മണ്ണിനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എക്കൽ മണ്ണും വനമണ്ണും നമ്മുടെ തമിഴ്നാട്ടിൽ കാണപ്പെടുന്നില്ല. അതുപോലെ എന്താണ് കറുത്ത മണ്ണും തീരദേശ മണ്ണും എന്താണ് കേരളത്തിലില്ല, തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ 2 സംസ്ഥാനങ്ങളിലെയും ജലലഭ്യതയിലുള്ള വ്യത്യാസമാണ്. കേരളത്തിൽ വാർഷികമായ 300 സെന്റിമീറ്റർ ലഭിക്കുന്നുണ്ട്. 300 സെന്റിമീറ്റർ ആണ് വാർഷികമായ. 44 നദികളുണ്ട് കേരളത്തിൽ. മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. അപ്പോൾ കേരളത്തിലെ വാർഷികമായ എത്ര? 300 സെന്റിമീറ്റർ ആണ്. 44 നദികളും മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയും നമ്മുടെ കേരളത്തിലില്ല. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയാണോ? വാർഷികമായ 95.9 സെന്റിമീറ്റർ മാത്രമാണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ളത്. 95.9 സെന്റിമീറ്റർ വാർഷികമായാണ് തമിഴ്നാട്ടിൽ. 14 നദികളാണ് തമിഴ്നാട്ടിലുള്ളത്. മഴ കുറവായതിനാൽ എന്താ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം തമിഴ്നാട്ടിലെ കാര്യമാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ വാർഷികമായ 95.9 സെന്റിമീറ്റർ മാത്രമാണ് ഉള്ളത്. അതുപോലെ 14 നദികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ എന്താണ് മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം ഏർപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ മണ്ണിനങ്ങളുടെയും അതുപോലെ തന്നെ ജലലഭ്യതയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള താരതമ്യത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ മണ്ണിനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് നമ്മുടെ കേരളത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ കേരളം തന്നെയാണ് മുന്നിലുള്ളത്. കൃഷിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും തമിഴ്നാട്ടിനേക്കാൾ കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കൃഷിക്ക് അനുകൂലമായ ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് കേരളം. കേരളത്തിന്റെ ഈ കാർഷിക വൈവിധ്യവും അതിന് കാരണമായ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഓരോന്നിനും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു മാപ്പാണിത്. ഈ മാപ്പിൽ നോക്കിയാൽ നമുക്കറിയാം യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് തീരപ്രദേശം, അതായത് 7.5 മീറ്ററിൽ താഴെയാണ്. ഇനി ഇടനാട് എന്താണ്? ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇടനാട്. 7.5-നും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് വരുന്നത്. ഇനി മലനാട് എന്താണ്? റെഡ് കളറിലാണ്. 75 മീറ്ററിന് മുകളിലായിട്ടാണ് മലനാട്. ആദ്യം തന്നെ നമുക്ക് മലനാടിനെ കുറിച്ച് പഠിക്കാം. മലനാട്ടിലെ കാർഷിക വിളകളുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്.
കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമാണിവിടം. ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ധാരാളമായി ലഭിക്കുന്ന മഴ വേണം. നീർവാർച്ചയുള്ള മണ്ണും വേണം. അപ്പം എന്താണ്, മലനാട്ടിൽ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വേണം. ധാരാളമായിട്ട് മഴ ലഭിക്കണം. പിന്നെന്താണ്, നീർവാർച്ചയുള്ള മണ്ണും വേണം. അപ്പം എന്തൊക്കെയാണ് ഈ 3 ഘടകങ്ങൾ? എന്താണ്? തേയില, ഏലം എന്നീ കൃഷികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ പ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. എന്താണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഭൂമിശാസ്ത്ര ഘടകങ്ങളൊക്കെ നമ്മുടെ മലനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കേരളത്തിൽ എന്താണ്, സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയത്. എന്താണ്, ഈ ഒരു പ്രത്യേകത ആണെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ജോൺ ജോസഫ് മർഫി. അയർലാൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. എന്നാണ് ജോൺ ജോസഫ് മർഫി. ആരാണ്? അയർലാൻഡ് സ്വദേശിയാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട് 1872 മുതൽ 1957 വരെയാണ്. ഇദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. അപ്പോൾ ഇദ്ദേഹം 1902 എവിടെയാണ് റബ്ബർ കൃഷി ആരംഭിച്ചത്? എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്ത് ആലുവക്കടുത്തായിട്ടാണ്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. ഇദ്ദേഹം കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല. തൊഴിലാളികൾക്കായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങളും നാട്ടുകാർക്കായിട്ട് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ ഇദ്ദേഹം പണിത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫി. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ്, തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? അത് ഇടനാടാണ് കേട്ടോ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അപ്പം ധാരാളമായി ലഭിക്കുന്ന മഴ, അതുപോലെ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും പിന്നെ കനത്ത ആവരണം തുടങ്ങിയ ഈ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണിവിടം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിക്ക് അനുകൂലമായിട്ടുള്ളത് എവിടെയാണ്? ഇടനാടാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. അപ്പോൾ ആദ്യം മരച്ചീനിയും കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെയാണ് ഇടനാട്ടിൽ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ എന്താണ്, ഇപ്പോൾ വ്യാപകമായിട്ട് റബ്ബറാണ് ഇടനാട്ടിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ചെറിയ കൃഷിയിടങ്ങൾ പോലും റബ്ബർ കൃഷിക്കായിട്ടാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി റബ്ബർ കൃഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ പിന്നെ ഒരുപാട് കാലം ഇതിൻ്റെ വിളവ് ലഭിക്കും എന്നുള്ളത് റബ്ബറിൻ്റെ ഒരു പ്രത്യേകത ആണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തീരപ്രദേശത്തെ കുറിച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശങ്ങളാണ് തീരപ്രദേശം. ചിത്രത്തിൽ എന്താണ്, നെല്ലിൻ്റെയും തെങ്ങിൻ്റെയൊക്കെയാണ് ചിത്രമാണല്ലേ കൊടുത്തിട്ടുള്ളത്.
ഇനി എന്താണ് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വിലവർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. അപ്പോൾ എന്താണ് തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് തെങ്ങും നെല്ലുമായിരുന്നു. അപ്പോൾ എന്താണ് ഈ തീരപ്രദേശ മേഖലകൾ കാലക്രമേണ എന്താണ് ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൃഷിയും കർഷകരൊക്കെ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ഹെഡിങ് ആണ് കൃഷിയെ നെഞ്ചേറ്റിയ നാട്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കൂ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാൽ മീൻ കണ്ണിനോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ബദലുകൾ, സാധ്യതകൾ. കൃഷി ചെയ്യുന്നതിന് എന്തിനാണ് മണ്ണ്? കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാകാൻ ഇതൊരു സഹായകമാണ്. അപ്പോൾ കൃഷി, മണ്ണില്ലാത്ത കൃഷിയെ പറ്റിയാണ് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് എന്താണ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. ഹൈഡ്രോപോണിക്സ് ജലം ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഹൈഡ്രോപോണിക്സ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ഈ ഒരു രീതി സഹായകമാണ്. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്, അതുപോലെ എന്താണ് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. അപ്പം എന്താണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും അതുപോലെ മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ ഒരു കൃഷി രീതി നടപ്പിലാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകുന്നില്ല. അടുത്തൊരു ഹെഡിങ് ആണ് സർക്കാരിൻ്റെ പ്രോത്സാഹനം. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അല്ലെങ്കിൽ VFPCK അത്തരത്തിലുള്ള ഒരു സംരംഭമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അതായത് എന്താണ്? കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണിത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അല്ലെങ്കിൽ VFPCK. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റു നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഹോർട്ടികൾച്ചർ മിഷൻ? എന്താണ്? പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് എന്താണ് ഹോർട്ടികൾച്ചർ മിഷൻ എന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. അത് എന്താണ്? തേനീച്ച വളർത്തലും ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിഷനിൽ ഹോർട്ടികൾച്ചർ മിഷൻ തേനീച്ച വളർത്തലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ചില നൂതന കൃഷിരീതികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഹരിതഗൃഹ കൃഷി അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണെന്ത്? ഹരിതഗൃഹ കൃഷി അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. എന്നോട് നോക്കാം. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണിത്. ഇനി അടുത്തതാണ് കൃത്യതാ കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ്.
ഇതെന്താണ്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയുള്ള മണ്ണും അതുപോലെ സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ കൃത്യത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്താണെന്ന് കണ്ടു. ഇനി എന്താണ് ഫെർട്ടിഗേഷന്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്ത്? ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഹരിതഗൃഹ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണെന്ത്? ഹരിതഗൃഹ കൃഷി. കൃത്യത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്താണ്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളകൾക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണെന്ത്? കൃത്യത കൃഷി. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നീർവാർച്ചയുള്ളതും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ ഫെർട്ടിഗേഷൻ എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്ത്? ഫെർട്ടിഗേഷൻ. പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാനും കഴിയും. അപ്പോൾ ഇപ്പോഴുള്ള ആധുനിക കാലത്തുള്ള ചില നൂതന കൃഷിരീതികളെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും അതുപോലെ കാർഷിക വൈവിധ്യത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് നമ്മൾ തമിഴ്നാടും കേരളവുമായിട്ട് മണ്ണും അതുപോലെ തന്നെ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയും അതുപോലെ തന്നെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും കൃഷി ചെയ്യുന്ന വിളകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നൂതന കൃഷിരീതികളൊക്കെ നമ്മൾ പഠിച്ച് തികച്ചും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കൃഷിരീതിയാണെന്ത്? ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഉൽപാദന പ്രക്രിയയിലൂടെ. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത് നോക്കാം. സാധനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും അതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണെന്ത്? സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ്. അപ്പോൾ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണെന്ത്? സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് സേവനങ്ങൾ എന്താണെന്നാണ്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചറിയാം. അധ്യാപനം ഒരു സേവനമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ സേവനങ്ങൾ ലഭിക്കാറുണ്ട്. അടുത്ത ഹെഡിങ് ആണ് എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ്. നെല്ല് ഉൽപ്പന്നം രൂപപ്പെടുത്തുന്ന വിവിധ ഘട്ടങ്ങളാണ്. നിലം ഒരുക്കൽ, വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാർനടിയിൽ, കള പറിക്കൽ, വളം വിതറൽ, അതുപോലെ കൊയ്ത്ത്, കറ്റമതിക്കൽ, നെല്ല് ശേഖരിക്കൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട്? തൊഴിലാളികൾ, പ്രകൃതി വിഭവങ്ങൾ അഥവാ ഭൂമി, ജലം, മറ്റുള്ളവ, മനുഷ്യനിർമ്മിത വസ്തുക്കളായ വളം, വിത്ത്, യന്ത്രങ്ങൾ, നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപാദനം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഭൂമി അല്ലെങ്കിൽ ലാൻഡ്, തൊഴിൽ അല്ലെങ്കിൽ ലേബർ, മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഇവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാം. ആദ്യം തന്നെ ഭൂമിയാണ് കൊടുത്തിട്ടുള്ളത്. ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽപ്പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർ ഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായി ഭൂമി എന്നതിൽ പരിഗണിക്കും. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞ ഉൽപാദന ഘടകം എന്താണ്? വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. അതായത് എന്തൊക്കെയാണ്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, അതുപോലെ നമുക്ക് എന്താണ്? ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും എന്താണ്? ഭൂമി എന്ന ഘടകത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്.
ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണെന്ത്? പാട്ടം അല്ലെങ്കിൽ റെന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടം അല്ലെങ്കിൽ റെന്റ് ആണ്. ഇനി അടുത്തതാണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ. ഏതൊരു ഉൽപ്പന്നത്തിനെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് നോക്കാം. അവിടെ എന്താണ്? ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തൊഴിലിൻ്റെ നിർവചനം? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാവുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. അപ്പം എന്താണ് തൊഴിലെന്ന് പറയുന്നത്? എന്താണ്? അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ എന്താണ് അത് തൊഴിലാവുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് എന്താണ് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. ഇനി എന്താണ്? തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഇതും എന്താണ്? ഒരു തൊഴിൽ തന്നെയാണ്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്ക് കരുതി വെക്കാനാവില്ല. അതുപോലെ തൊഴിലാളികളുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. അടുത്ത ഹെഡിങ് ആണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് മൂലധനം? ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് എന്ത്? മൂലധനം എന്നറിയപ്പെടുന്നത്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. അപ്പം എന്താണ്? ക്യാഷ് മാത്രമല്ല, എന്തൊക്കെ ഉൾപ്പെടും? ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളും വാഹനങ്ങളും കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ വസ്തുക്കളൊക്കെ എന്താണ്? മൂലധനത്തിൽ ഉൾപ്പെടും. ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, വിജ്ഞാനം ഒരു മൂലധനമാണോ എന്നുള്ളത്. എന്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്നറിയപ്പെടുന്നതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാനം ഒരു മൂലധനമാണോ നോക്കാം. വിജ്ഞാന മൂലധനം. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിന് കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അപ്പോൾ വിജ്ഞാനവും ഒരു മൂലധനത്തിൽ പെടും കേട്ടോ. അടുത്തത് മൂലധനത്തിൻ്റെ സവിശേഷതകളാണ്. മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്താ പ്രസ്താവനയായിട്ട് വരാൻ സാധ്യതയുണ്ട്. മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെയും മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. അടുത്ത ഹെഡിങ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഈ സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്.
ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്ന് നോക്കാം. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. അതെന്താണ്? വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണ ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ഈ ഒരു ഡയഗ്രാം കണ്ടാൽ നമുക്കറിയാലേ ഇതൊരു ചാക്രിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സൈക്കിളാണല്ലേ. എന്താണ്? ഗാർഹിക യൂണിറ്റിൽ നിന്നും സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില എന്താണ്? ഉൽപ്പാദന യൂണിറ്റിന് കൊടുക്കുന്നു. എന്നിട്ട് അത് തിരിച്ച് സാധനങ്ങൾക്കും സേവനങ്ങളാക്കി ഗാർഹിക യൂണിറ്റിന് നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന ഘടകങ്ങൾ ഉൽപ്പാദന യൂണിറ്റിന് കൊടുത്തിട്ട് ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ഗാർഹിക യൂണിറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരു ആവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായിട്ട് നൽകുന്നു. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലായിരിക്കും. ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ ഒരു ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്താണെന്ന് പഠിച്ചില്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് നാം ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളെയാണ് എന്ത്? സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തായാലും പഠിച്ചത് സേവനങ്ങൾ എന്താണെന്ന് പഠിച്ചില്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും അതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയാത്തവയുമാണ് സേവനങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. പിന്നെന്തായിരുന്നു? ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചില്ലേ. ഏതൊക്കെയായിരുന്നു? ഭൂമി, അതുപോലെ തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയൊക്കെ ആണല്ലേ ഉൽപാദന ഘടകങ്ങൾ. പിന്നെ ഈ പാഠത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രികമാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Okay friends, thank you.